മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ചായക്ക് ഒരു അരിമുറുക്കായാലോ. അപ്പം അതിന് വേണ്ടി ആദ്യം ഒരു 3/4 കപ്പ് ഉഴുന്നെടുക്കാം. അതായത് വീട്ടിൽ ഉഴുന്നുപൊടി ഉള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, ഉഴുന്നുപൊടി എടുത്താൽ മതി. ഇവിടെ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഉഴുന്നാണ്, കാരണം ഇവിടെ പൊടിയില്ല. അപ്പം നമ്മൾ അതിന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് അതിനെ പൊടിച്ചെടുക്കണം. അപ്പം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് തന്നെ ആ ഒരു അടുപ്പിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. ഒരു 2 കപ്പ് ആ ഒരു അളവിൽ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ മുമ്പേ ചൂടാക്കി വെച്ചിരുന്ന ആ ഒരു ഉഴുന്നിനെ നമ്മൾ പൊടിയാക്കി നല്ല പൊടി, അതായത് തരിയൊന്നും കാണാൻ പാടില്ല, അങ്ങനെ രീതിയിൽ നമുക്ക് കിട്ടണം. എന്നിട്ട് ഒരു 1.5 കപ്പ് അരിപ്പൊടി, അതായത് ഇവിടെ വറുത്ത അരിപ്പൊടിയാണ്, ഇല്ലെങ്കിൽ വറുത്ത അരിപ്പൊടി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വറുക്കണം, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു ഉഴുന്നുപൊടി, ആവശ്യത്തിന് ഉപ്പും, ജീരകം, എള്ള്, പിന്നെ കുറച്ച് മുളക് പൊടി, ഇത്രയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ മുമ്പേ ചൂടാക്കാൻ വെച്ച വെള്ളമില്ലേ, ആ വെള്ളം വെച്ച് ഇതിനെ കുഴച്ചെടുക്കണം. അതായത് ഒരു ചെറു ചൂടോടുകൂടി തന്നെ നമ്മളിതിനെ കുഴച്ചെടുക്കണം കേട്ടോ. അല്ലാതെ ചൂടാറിയിട്ട് ഒഴിക്കുന്നതിനോട് അത് ശരിയാവത്തില്ല. അപ്പം പിന്നെ പച്ചവെള്ളം ഒഴിച്ചാൽ പോരെ, അത് വേണ്ട. ആ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുഴയ്ക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ കുഴയ്ക്കുക. ഏകദേശം സെറ്റായി വരുമ്പോഴത്തേക്ക് അതിനൊന്ന് ജസ്റ്റ് അടച്ച് വെച്ചേക്കണം, ഇല്ലെങ്കിൽ തുറന്ന് വെച്ചേക്കുവാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവാൻ ചാൻസ് കൂടുതൽ. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വാഴയില ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ ആയാലും മതി. സേവനാഴിയിലേക്ക് നമ്മൾ മറ്റേ സ്റ്റാർ മുറുക്കിൻ്റെ അച്ചില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്, സ്റ്റാർ ഷേപ്പിലുള്ളത്. എന്നിട്ട് നമ്മുടെ ആ മാവ് അതിനകത്തേക്ക് ആക്കി ഒരു മുറുക്കിൻ്റെ ഷേപ്പിൽ നമ്മളിങ്ങനെ ചുറ്റിച്ച് എടുക്കണം. കറക്റ്റായിട്ട് ആ ഷേപ്പ് എന്തായാലും എണ്ണയിലൊക്കെ ഒഴിക്കുമ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാഴയില എടുത്തിട്ടുള്ളത്. കാരണം എന്ന് പറയുമ്പം വാഴയിലക്കകത്താകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ആ ഒരു കൈക്കകത്ത് തന്നെ നമുക്കതിങ്ങനെ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ കണ്ടോ. അപ്പം ആദ്യം ചെറുതായിട്ടൊന്ന് പാളിയെങ്കിലും പിന്നെ ഉള്ളത് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്, അതിനകത്ത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം അങ്ങനെ പീച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്ത് പെട്ടെന്ന് ഇങ്ങനെ വിട്ട് പോവുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല, മാവ് കറക്റ്റായില്ല എന്നാണ് അർത്ഥം. ഇത് നമ്മൾ പീച്ചുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ മാവ് സെറ്റാണ്. ഇനി അഥവാ തിരിച്ചാണ് നടക്കുന്നതെങ്കിൽ മാവ് സെറ്റായിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ സെറ്റായിട്ടില്ലെങ്കിൽ കുറച്ച് എണ്ണയും കുറച്ച് വെള്ളമോ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് കൈ തടക്കിയിട്ട് ആക്കി കൊടുക്കുക. ഇതാണ് എൻ്റെ വലിയ മുറുക്ക്. എന്നിട്ട് നമ്മളൊന്നും ചെയ്യേണ്ടത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതൊരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും പൊരിച്ചെടുക്കരുത്. അപ്പോൾ നമ്മളുടെ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വേറൊരു ചായക്കടിയായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഓക്കെ, ബൈ.